ചെമ്പനീർപ്പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ശ്രീ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി വിളിക്കുന്നുണ്ട്, പുതിയ ഡിഷും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുപാട് ഇഷ്ടത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും നല്ല അടുപ്പൊക്കെ ആവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നേരിൽ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രവി പുറത്തേക്ക് പോണ സമയത്ത് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ദേവുവിനെ കാണിക്കുന്നുണ്ട്. ദേവു ശ്രീനായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് നേരം ശ്രീയുടെ കൂടെ വർത്താനം പറഞ്ഞ് വീട് വരെയും പോകുന്നുണ്ട്. വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ കാര്യം നമ്മുടെ ശ്രീ ദേവുവിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ വിളിക്കാറുണ്ട്, കണ്ടിട്ടില്ല, പേരറിയില്ല, പക്ഷെ എൻ്റെ എല്ലാ ഡിഷും ആ കുട്ടിക്ക് ഇഷ്ടമാണ്, എൻ്റെ ആരാധിക പോലെ ഇനി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിപ്പോൾ ഇഷ്ടം ശരിക്കുള്ള നോർമലായിട്ടുള്ള ഇഷ്ടമായി വരും, നോക്കിക്കോ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ആ പെൺകുട്ടി ഇങ്ങോട്ട് വിളിച്ച് ഇഷ്ടം എന്നൊക്കെ പറയും ശ്രീയോടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതിയുടെ അമ്മ കാണുന്നുണ്ട്. ഒരു രണ്ടുപേരും കൂടെ സംസാരിച്ച് വരുന്നത് കാണുമ്പോൾ രേവതിയുടെ അമ്മ നമ്മുടെ രവിനെ ശ്രീനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ശ്രീ ചെല്ലാൻ കൂട്ടാക്കില്ല. അച്ഛനും അമ്മയും നാട്ടിലേക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനില്ല, എനിക്ക് ഒരുപാട് കത്തൊക്കെ കൊടുക്കാറുണ്ട്, അവർ വന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് വരും ആൻറ്റി എന്ന് പറഞ്ഞ് ശ്രീ യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ദേവുവിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ശ്രീയോട് അങ്ങനെ അധികം സംസാരിച്ച് അടുത്ത് ഇടപഴകൊന്നും വേണ്ട, അത് നമ്മുടെ രേവതിക്ക് ഒരുപാട് ദോഷം ചെയ്യും. മാത്രമല്ല രേവതിയുടെ അമ്മായിമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ, രേവതിക്ക് അവിടെ സ്വസ്ഥത ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചിൻ രേവതിയും കൂടെ വണ്ടിയിൽ പോകാതിരിക്കുള്ളൂ. ആ സമയത്ത് സച്ചിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. രേവതിയോട് പോകാന്ന് പറഞ്ഞപ്പോൾ രേവതി കൂട്ടാക്കില്ല, ഞാൻ വരില്ല, നിങ്ങൾക്ക് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും, എനിക്ക് ബോറടിക്കും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ അതായത് ശ്രുതിയുടെ വീട്ടിലിറക്കാൻ, ശ്രുതിയുടെ മോനായിട്ട് കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ശ്രുതിയുടെ വീട്ടിലിറക്കാൻ പറയുന്നത്. അങ്ങനെ അവിടെ ശ്രുതിയുടെ മോൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ടാവും. ആ സമയത്ത് അവിടെ ഇറങ്ങുമ്പോൾ ശ്രുതിയുടെ മോൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഈ ആൻറ്റി എൻ്റെ പുതിയ കമ്പനിന് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എന്ന് വരുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്ന് കളിക്കും. പിന്നെ ശ്രുതിയുടെ അമ്മനായിട്ട് സംസാരിക്കുന്നുണ്ട്. മോളുടെ കല്യാണം എന്തായി, കത്തൊക്കെ അടിച്ച് തുടങ്ങിയില്ലേ, കൊടുത്തൊക്കെ തുടങ്ങിയെന്ന് വെച്ചപ്പോൾ അതെല്ലാം അവള് ചെയ്യും, അവളെ ജോലി സ്ഥലത്തായിരിക്കുള്ളൂ കല്യാണം, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയേ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രേവതിക്ക് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രുതിയുടെ മോൻ നിർബന്ധിച്ച് വിളിക്കുന്നുണ്ട് രേവതിനെ കളിക്കാൻ, കാരണം കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ പോകുമ്പോൾ കുട്ടി ഒറ്റയ്ക്കാവുന്നുണ്ട്. അങ്ങനെ റോട്ടിൽ നിന്ന് രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ശ്രുതിയുടെ മോനെ ഇടിക്കാൻ നോക്കുന്നുണ്ട്. രേവതി ഓടിച്ചെന്ന് ശ്രുതിയുടെ മോനെ തട്ടി മാറ്റെങ്കിലും കൂടി രേവതി കാൽ മടങ്ങി വീഴുന്നുണ്ട്. ആ സമയത്ത് തന്നെ രേവതി ഇങ്ങനെ ഒരുപാട് ഉറക്കത്തിൽ കരയുമ്പോൾ സച്ചി ബൈക്കിൽ വരുന്ന സമയമായിരുന്നു. അങ്ങനെ സച്ചി രേവതിനെ പോലും നോക്കാതെ നേരെ ആ വണ്ടിയുടെ പിന്നാലെ പോയി വണ്ടിയെ വട്ടം ഇട്ട് അവരെ പിടിച്ചുകൊണ്ടുവന്ന് ഡ്രൈവറെയും അതിലുണ്ടായിരുന്നവരെയും തല്ലി രേവതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് മാപ്പ് പറയിപ്പിക്കുന്നുണ്ട്. ഞാനും ഡ്രൈവറൊക്കെ തന്നെയാണ്, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നെങ്കിലും ചോദിക്കണം, അല്ലാതെ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറയുന്നു. പിന്നീട് രേവതിനെ ചീത്ത പറയുന്നു, റോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് കളിക്കാൻ നിന്നതിന് പറഞ്ഞപ്പോൾ രേവതിനെ ചീത്തൊന്നും വഴക്ക് പറയില്ലേ മോനെ, ഇവന് വന്ന അപകടം രേവതി തട്ടി മാറ്റിയതാണ്, രേവതിനോട് ഒരുപാട് നന്ദിയുണ്ട്, രേവതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടാകാമെന്ന് ശ്രുതിയുടെ അമ്മ പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് ഒരു പച്ചമരുന്നൊക്കെ പറിച്ചുകൊണ്ട് അന്ന് കഴിഞ്ഞിട്ട് രേവതിയുടെ കാലുമൊക്കെ ഒഴിച്ച് അതിങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ രേവതിക്ക് ആകെ അത്ഭുതമാവുന്നുണ്ട്. സച്ചി തന്നെയാണ് ഈ ചെയ്യുന്നതെന്ന് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിക്ക് രേവതിയോട് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് ഞൊണ്ടിയായാലും ബൈക്കുമ്പോൾ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തും. രേവതി കഷ്ടപ്പെട്ട് ഇറങ്ങായിരിക്കുള്ളൂ കേട്ടോ. സച്ചി ഇതൊന്നും നോക്കാണ്ട് നേരെ അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ രേവതി ഇങ്ങനെ അമ്മയെ അമ്മയെന്ന് വിളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലായത് രേവതിക്ക് നടക്കാൻ പറ്റണില്ലാന്ന്. അങ്ങനെ സച്ചി ഓടി വന്നു കഴിഞ്ഞിട്ട് രേവതി എന്താണ് ഏതാണെന്ന് പോലും ചോദിക്കാതെ രേവതിനെ അങ്ങോട്ട് പൊക്കിയെടുക്കുന്നുണ്ട്. രേവതി അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ പാറുമ്മേനെ ആദ്യം കാഴ്ച കാണുന്നു. കലാവതി അമ്മ ഇങ്ങോട്ട് വന്നേ, നിങ്ങളുടെ പേരക്കടാവ് ഭാര്യനെ കാണിക്കുന്നത് നോക്കിയേ, നിങ്ങളല്ലേ പറഞ്ഞത് സ്നേഹമില്ലാന്ന്, ഞാൻ പറഞ്ഞില്ലേ ഈ അമ്പലത്തിൽ പോയാൽ എന്തും സംഭവിക്കുന്നു, അങ്ങോട്ട് നോക്കി ആ കാഴ്ച കാണണമെങ്കിൽ പറഞ്ഞപ്പോൾ കലാവതി അമ്മ കാണുന്ന കാഴ്ച ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കലാവതി അമ്മ ദൈവത്തിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇവർക്ക് രണ്ടുപേരും ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ഒക്കെ തോന്നിയല്ലോ,
രണ്ടുപേരും നല്ല മനസ്സോടെ ഒന്നാവണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കലാവതി അമ്മനെ മുത്തശ്ശി എന്തിനാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണേന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ പ്ലീസ്.